إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട വളരെ ഫദ്ലുകൾ നിറഞ്ഞിട്ടുള്ള മുഹറം മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. ഇന്ന തീർച്ചയായും ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ്, മാസങ്ങളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ 12 ശഹ്റ, 12 മാസങ്ങളാവുന്നു. ഫി കിതാബില്ലാഹ്, ഫി കിതാബില്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഖദരിയായ വിധി പ്രകാരം, ഹുക്മ പ്രകാരം 12 മാസങ്ങളാണുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമി സൃഷ്ടിച്ച അന്ന് അല്ലാഹുവിന്റെ അടുക്കലുള്ള ഖദരിയായ ഹുക്മ പ്രകാരം 12 മാസങ്ങളാണുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമുള്ളതാക്കി, ഹുറുമാക്കി. ദാലിക ദീനുൽ ഖയ്യിമ, ദാലിക ദീനുൽ ഖയ്യിം, ഇതാവുന്നു ചൊവ്വായ ഖയ്യിമായ ദീൻ. ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ദുൽമ കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 12 മാസം ഏതാ? അത് ചന്ദ്രമാസം അടിസ്ഥാനമാക്കിയുള്ള, ചന്ദ്രന്റെ സഞ്ചാരം അടിസ്ഥാനമാക്കിയിട്ടുള്ള 12 മാസങ്ങളാണ്. നമുക്കറിയാം ഇസ്ലാമിന്റെ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ നമ്മുടെ നോമ്പ്, പെരുന്നാൾ തുടങ്ങിയ ദീനീപരമായ എല്ലാ കണക്കുകളും അത് ഹിലാലിന്റെ അടിസ്ഥാനത്തിലുള്ള അറബി മാസം അൽ മുഹറം തൊട്ട് തുടങ്ങുന്ന ആ മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു, ഹുറുമുള്ളതാക്കി, ഹുറുമത്തുള്ളതാക്കി, പവിത്രതയുള്ളതാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫീഹിന്ന എന്ന് പറഞ്ഞ, അവയിൽ എന്ന് പറഞ്ഞ, അത് ഏത് ഈ 4 മാസമാണോ? അതല്ല, 12 മാസങ്ങൾ മുഴുവനാണോ? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, അവയിൽ അഥവാ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് അക്രമം കാണിക്കരുതെന്ന് പറഞ്ഞ ഫികുല്ലിഹിന്ന, അത് എല്ലാ മാസത്തിലും ശരി, അക്രമം 12 മാസത്തിലും പാടില്ലാത്ത കാര്യമാണ്.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും 4 മാസങ്ങളെ പ്രത്യേകമാക്കി. എന്നിട്ട് ഫജഅലഹുന്ന ഹറാമ, ആ 4 മാസങ്ങളെ അല്ലാഹു പവിത്രമാക്കി. വഅസ്സമ ഹുറുമാതിഹിന്ന, അവയുടെ ആ 4 മാസങ്ങളുടെ പവിത്രത അല്ലാഹു വളരെ മഹത്വമുള്ളതാക്കി. വജഅല ദംബ ഫീഹിന്ന അഅ്സം, ഈ 4 മാസങ്ങളിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം, റജബ്, ഈ മാസങ്ങളിൽ ഒരു തെറ്റ് ചെയ്യുക എന്നുള്ളതിനെ വളരെ ഗൗരവമുള്ളതാക്കി തീർത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. വൽ അമല സ്വാലിഹ വൽ അജ്റ അഅ്സം, അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ കൂലികളും പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വമുള്ളതാക്കി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ഖത്താദ റഹ്മഹുല്ലാഹി ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം, ഇന്നദ്ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും, ഈ അല്ലാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ അഅ്സമു ഖതീഅതൻ വവിസ്റ മിനദ്ദുൽമി ഫീമാ സിവാഹാ, ഈ 4 മാസങ്ങളല്ലാതെ ബാക്കിയുള്ള മാസങ്ങളിൽ ചെയ്യുന്ന അക്രമത്തെക്കാളും ഗൗരവമുള്ളതാക്കി. അഅ്സമു ഖതീഅതൻ വവിസ്റ, തെറ്റിനാലും പാപത്താലും ഒന്നുകൂടി ഗൗരവമുള്ളതാക്കി എന്ന് ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. വഇൻ കാന അസ്സുൽമു അലാ കുല്ലി ഹാലിൻ അസീമ, എല്ലാ മാസത്തിലും അക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസങ്ങളിൽ ദുൽമ് കാണിക്കുക, അക്രമം കാണിക്കുക എന്നുള്ളതിനെ ഒന്നുകൂടി ഗൗരവമുള്ളതാക്കി തീർത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സനതു 12 ശഹ്റാ, മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുമ്പോ 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ ഒരു വർഷത്തിൽ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പവിത്രതയുള്ളതാക്കി. സലാസത്തുൻ മുതവാലിയാത്ത്, 3 തുടർച്ചയായി വരുന്നതാണ്. അതേതാ? ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം. പിന്നെ വറജബ് മുദർ, വറജബ് മുദർ, മുദറിന്റെ റജബ്. എന്താണ് മുദറിന്റെ റജബ് എന്ന് പറഞ്ഞാൽ? അതൊരു ഗോത്രത്തിന്റെ പേരാ. അപ്പൊ ആ ഗോത്രത്തിലേക്ക്, മുദർ എന്ന ഗോത്രത്തിലേക്ക് ചേർത്ത് റജബ് പറയാൻ കാരണം അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലിഅന്നഹും കാനൂ യുഹാഫിദൂന അലാ തഹ്രീമിഹി അശദ്ദ മിൻ സാഇരിൽ അറബ്, മറ്റു അറേബ്യൻ ഗോത്രങ്ങളെക്കാളും ഈ റജബിന് പ്രത്യേകം പവിത്രത കൂടുതലായി നൽകിയിട്ടുള്ള ആളുകളായിരുന്നു മുദർ ഗോത്രം. അതുകൊണ്ട് മുദറിലേക്ക് ചേർത്തിക്കൊണ്ട് റജബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിനും ജുമാദൽ ആഖിറക്കും ഇടയിലുള്ള ഒരു മാസമാണ് ആ റജബ്. ഇങ്ങനെ ഈ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. ആ 4 മാസങ്ങളിൽ തിന്മ പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ദുൽമിനെ, അക്രമത്തെ ഒന്നുകൂടി ഗുരുതരമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ തഫ്സീറുകളിൽ പറഞ്ഞത് കാണാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലാഹു പവിത്രമാക്കിയത്? ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനും തിരിച്ച് വളരെ സുരക്ഷയോടുകൂടി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്താനും ഒരു വഴിയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും ഈ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പവിത്രത കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 4 മാസങ്ങളിൽ തന്നെ മുഹറം മാസത്തെ വേറെ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഫضലുള്ളതായി അറിയിച്ചു തന്നിട്ടുണ്ട്. കാലങ്ങളെയും സ്ഥലങ്ങളെയും പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഐസ് ഇബ്നു അബ്ദിസ്സലാം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥമായ ഖവാഇദുൽ അഹ്കാമിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, വതഫ്ദീലുൽ അമാകിനി വൽ അസ്മാനി ദർബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലങ്ങളെയും അതുപോലെ കാലങ്ങളെയും തഫ്ദീൽ, പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ ദർബാനി, ഇത് 2 രീതിയിലാണ്. ഒന്ന് അഹദുഹുമാ ദുന്യവിയ്യ, അത് തഫ്ദീലുൻ ദുന്യവിയ്യ, ദുനിയവിയായ തഫ്ദീലാണ്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ധാരാളമായി വിളകൾ കൊയ്യാൻ സാധിക്കും, നല്ല വായു കിട്ടുന്ന സ്ഥലമായിരിക്കും. മറ്റു ചില സ്ഥലങ്ങളോ അതിന് അത്ര ഗുണമുണ്ടായിരിക്കുകയില്ല.
കൃഷി ചെയ്താൽ വിളവ് അത്ര ലഭിക്കുകയില്ല, ശുദ്ധവായു ഉണ്ടാവുകയില്ല. അങ്ങനെ ദുനിയവിയായി നോക്കുമ്പോ പ്രത്യേകം ഫضലുള്ള സ്ഥലങ്ങളുണ്ട്. വദ്ദർബുസാനി രണ്ടാമത്തേതോ തഫ്ദീലുൻ ദീനിയ, ദീനിയായ ശ്രേഷ്ഠത കൽപ്പിക്കലാണ്. അതെങ്ങനെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക മാസം അല്ലെ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകം ഫضല് നിശ്ചയിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം കൊടുക്കുന്നത് കാണാം. കതഫ്ദീലി സൗമി റമദാൻ അലാ സൗമി സാഇരി ശുഹൂർ. റമദാൻ മാസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠത മറ്റു മാസത്തിലുള്ള നോമ്പിനേക്കാളും വർദ്ധിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. വകദാലിക യൗമു ആശൂറ, അതുപോലെ തന്നെയാണ് ആശൂറ ദിവസത്തെ നോമ്പിനും അതിനും പ്രത്യേകം ഫضല് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹറം മാസത്തിൽ നോമ്പ്, സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാനും അങ്ങനെ അധികരിപ്പിക്കുന്നതിന് പ്രത്യേകം ഫضലുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും അഫ്ദലായ നോമ്പാകുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇവിടെ ഷഹ്റുല്ലാഹ് അല്ലാഹുവിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ടാണ് ആ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ചേർക്കല്ല ഇദാഫ തഅദീമിന്റെ മഹത്വത്തിന്റെ സൂചനയാണ്. അപ്പോ മുഹറം മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ഫضലുള്ള കാര്യമാണ്. ആ മുഹറം മാസത്തിൽ തന്നെ മുഹറം 10 ആശൂറ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അതിനേക്കാളും പുണ്യമുള്ള ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ആശൂറ നോമ്പിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, ഖാല ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, മുഹറം 10 അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ നോമ്പനുഷ്ഠിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പൊ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മഹാദാ, എന്താണ് ഇപ്പൊ നിങ്ങൾ ഈ ദിവസത്തിൽ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത്? അപ്പൊ ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്. നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരെ അവരുടെ ശത്രുക്കളായ ഫിർഔനിൽ നിന്നും അവന്റെ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്ർ എന്ന നിലക്ക് ഫസാമഹു മൂസ, ആ ദിവസത്തിൽ മൂസ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാർ മറുപടി പറഞ്ഞു. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാളും മൂസാ നബിയോട് ഏറ്റവും അർഹനായവൻ ഞാനാണ്. അങ്ങനെ ഫസാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുകയും വഅമറ ബിസിയാമിഹി, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തന്റെ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഹാദാ യൗമുൻ സ്വാലിഹുൻ എന്നുള്ളതിന് പകരം ഹാദാ യൗമുൻ അസീം, ഇതൊരു മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ, ആ ദിവസത്തിൽ മൂസാ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനെ തന്റെ ശത്രുവായ ഫിർഔന്റെയും അവന്റെ ഖൗമിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് അന്ന് ജൂതന്മാർ പോലും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഈ ഹദീസിന്റെ ഒരു വർദ്ധനവെന്നോളം ഇപ്രകാരം കൂടി കാണാം, വഹുവൽ യൗമുല്ലദി ഇസ്തവത് ഫീഹി സഫീനതു അലൽ ജൂദി ഫസാമഹു നൂഹുൻ ശുക്രാ, ഈ മുഹറം 10 തന്നെയാണ് വഹുവൽ യൗം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഹുവൽ യൗം, ഈ മുഹറം 10 എന്നുള്ളത് അല്ലദി, എങ്ങനെയുള്ള ദിവസമാണ്, ഇസ്തവത് ഫീഹി സഫീന, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അങ്ങനെ അവരെ നശിപ്പിച്ചതിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കപ്പലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ ജൂദി,
ജൂദി എന്ന പർവ്വത്തിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് ആ കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന ദിവസവും മുഹറം 10 ആയിരുന്നു എന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെ ഫസാമഹു നൂഹുൻ ശുക്ര, അള്ളാഹുവോടുള്ള ശുക്ർ എന്ന നിലക്ക് നൂഹ് അലൈഹിസ്സലാമും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നമുക്കറിയാം ചരിത്ര സംഭവം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അങ്ങനെ അവരെ നശിപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലുണ്ടാക്കി. അങ്ങനെ അതിൽ തഫ്സീറുകളിൽ കാണാം, ഇബ്നു കസീറിന്റെ തഫ്സീറുകളൊക്കെ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് 80 ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ 80 ആളുകളുടെ കുടുംബവും. അങ്ങനെ അവർ 150 ദിവസത്തോളം ചുറ്റിത്തിരിഞ്ഞ് നടന്നു ആ കപ്പലിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ ആ കപ്പലിനെ അല്ലാഹു മക്കയിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ ആ കഅബയെ 40 ദിവസം ചുറ്റുകയും അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂദി എന്ന പർവ്വതത്തിലേക്ക് പോവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖീല യാ അർദുബ്ലഇ, വെള്ളപ്പൊക്കമുണ്ടായി, ആളുകളൊക്കെ നശിപ്പിച്ചു. എന്ന് അല്ലാഹു പറയുകയാണ്, ഏ ഭൂമിയെ ഇബ്ലഇ, വെള്ളം നീ കുടിച്ചു തീർക്കുക, വറ്റിക്കുക. വഖീല യാ അർദു ബ്ലഇ മാഅകി, നിന്റെ വെള്ളം നീ കുടിച്ചു തീർക്കുക. വയാ സമാഉ അഖ്ലഇ, ആകാശത്തോട് മഴ പെയ്യിപ്പിക്കുന്നത് സ്റ്റോപ്പാക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു. വഗീദൽ മാ, വെള്ളമൊക്കെ വറ്റി. വഖുദിയൽ അംർ, അല്ലാഹുവിന്റെ വിധി കൽപ്പന അവിടെ നടപ്പിലായി. അഥവാ നിഷേധികളായ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. വസ്തവത് അലൽ ജൂദി, സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറഞ്ഞതാ, ജൂദി എന്ന പർവ്വതത്തിന്റെ മേൽ ആ കപ്പൽ സ്ഥിരമായി നിന്നു. ആ കപ്പലിലെത്തിയ നൂഹ് നബി അലൈഹിസ്സലാം ഭൂമിയിലുള്ള പർവ്വതത്തിന്റെ താഴെയുള്ള അവസ്ഥ അറിയാൻ വേണ്ടി ഒരു കാക്കയെ പറഞ്ഞയക്കുകയാണ്, ഒരു ഖുറാബിനെ പറഞ്ഞയച്ചു. പക്ഷെ ആ കാക്ക പോയി അവിടെ മരിച്ചു വീണ് കിടക്കുന്ന ആ ശവങ്ങളിൽ പോയി പതിച്ചു. അത് തിരിച്ചു വന്നില്ല. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രാവിനെ അയച്ചു. ആ പ്രാവ് പോവുകയും സൈത്തൂൻ എന്ന മരത്തിൽ നിന്നും ഒരു ഇല തന്റെ കൊക്കിൽ കൊത്തിയെടുക്കുകയും അതിന്റെ കാലിൽ മൊത്തത്തിൽ ചളി പുരണ്ട അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ അത് തിരിച്ചു വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി വെള്ളമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, അതിന്റെ കാലിൽ ചളി പുരണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പലിൽ നിന്നും ഇറങ്ങി വന്നത് മുഹറം 10 എന്ന് ചില ഈ ഹദീസിലും അതുപോലെ തന്നെ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചതും കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ഫദ്ലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയ ഒരു ദിവസം കൂടിയാണ് മുഹറം 10 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ആ ദിവസം വളരെ അറിയപ്പെട്ടതായിരുന്നു എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഇന്ന അഹ്ലൽ ജാഹിലിയ, ജാഹിലിയത്തിലുള്ള ആളുകൾ പോലും കാനു യസൂമുനഹു, മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കാന യൗമു ആശൂറ, ആശൂറ ദിവസം തുഅസ്സിമുഹുൽ യഹൂദു, ജൂതന്മാർ അതിനെ വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. വതത്തഖിദുഹു ഐദ, അവർ സന്തോഷം കൊണ്ട് അവർ ആഘോഷവുമാക്കിയിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി മുഹറം 10 ആശൂറ എന്ന നോമ്പുണ്ടായിരുന്നത്. അങ്ങനെ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിന് മുമ്പോ അതിന് മുമ്പായിക്കൊണ്ട് 9 ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കണമെന്ന്, ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം നോമ്പനുഷ്ഠിക്കുമെന്നും പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഹാബികൾ 10 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചപ്പോ അവർ പറഞ്ഞു, നബിയെ ജൂതന്മാരും മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറുപടി പറയുന്നത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത്. ഇനി മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ? ചില ആളുകൾ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും അത് കറാഹത്തല്ല
കുഴപ്പമില്ല എന്നവർ വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, ഇപ്പൊ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി 10 മാത്രം നോമ്പനുഷ്ഠിക്കാതെ അതിന് മുമ്പോ അതേ 9 അതല്ല 11 അത് കഴിഞ്ഞിട്ടോ നോമ്പനുഷ്ഠിക്കുന്നതാണ് അഫ്ദൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ അടിസ്ഥാനത്തിൽ തന്നെ 4 അവസ്ഥകൾ കാണാൻ സാധിക്കും നമുക്ക്. ഒന്ന്, മുഹറം 9, 10, 11 നോമ്പനുഷ്ഠിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞത് കാണാം. അതിന് രണ്ടാമതായി കൊണ്ട് മുഹറം 9, 10 നോമ്പനുഷ്ഠിക്കലാണ് അതിന്റെ താഴെ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം മുഹറം 10, 11. അതും കഴിഞ്ഞ് 4ാമത്തെ അവസ്ഥയായിട്ടാണ് മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതിനെ പണ്ഡിതന്മാർ എണ്ണിയതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഏറ്റവും അഫ്ദൽ 9, 10 കൂട്ടിയെടുക്കുന്നതാണ്. മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ അഫ്ദൽ എന്ന് സലഫുകളൊക്കെ സൂചിപ്പിച്ച കാര്യമാണ്. ഇനി ഈ ആശൂറ നോമ്പിന്റെ പ്രത്യേകത, അതിന്റെ ഫദ്ൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നി അഹ്തസിബു സിയാമു യൗമി ആശൂറ, മുഹറം 10 നോമ്പെന്ന് പറഞ്ഞാൽ ഇന്നി അഹ്തസിബു അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹ്, ആ എന്റെ കഴിഞ്ഞ മുമ്പെയുള്ള ഒരു വർഷത്തെ ചെറു പാപങ്ങളൊക്കെ മുഹറം 10 നോൽക്കുന്ന നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ മുഹറം 10 നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് മൂലം നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. ഈ പാപങ്ങൾ ഏതാ? ഇമാം നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം, കുല്ലു ദുനൂബിസ് സഗായിർ, ഇതെല്ലാം ചെറിയ പാപങ്ങളാണ്. ചെറുപാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മൂലം പുറത്തു തരുമെന്നാണ്. എന്നാൽ വൻപാപങ്ങൾ അത് നമ്മൾ തൗബ ചെയ്യുക തന്നെ വേണം. ചെറുപാപങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 2 ദിവസവും നോമ്പ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പുണ്യമായി പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്ഹാബുകളും ഇമാം അഹ്മദും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹ് റഹ്മഹുമുല്ലാഹ് അവരൊക്കെ പറഞ്ഞ കാര്യം 9, 10 ഒരുമിച്ചെടുക്കലാണ് ഏറ്റവും പുണ്യമുള്ള കാര്യമെന്ന് അവർ പ്രത്യേകം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ 9, 10 എടുക്കണം എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് ഇമാം നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, മറ്റു ഇസ്ലാം അല്ലാത്ത മറ്റു മതസ്ഥരോട് എതിരാവുക, ജൂതന്മാരോട് എതിരാവുക എന്നുള്ളതാണ്. ഇതിലൊക്കെ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും, നമ്മുടെ വേഷവിധാനത്തിലും, നമ്മുടെ രൂപത്തിലും, എല്ലാ കാര്യത്തിലും മറ്റുള്ള ഇസ്ലാമിൻ്റെതല്ലാത്ത ആളുകളോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന ഒരു അവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് മനസ്സിലാക്കിയ സഹാബാക്കളും സലഫുകളൊക്കെ പഠിപ്പിച്ച കാര്യം 9 കൂടി നോമ്പനുഷ്ഠിക്കലാണ് അഫ്ദൽ എന്ന്. രണ്ടാമതായി ഏറ്റവും അഖ്വയായി ഇമാം നവവി കൊടുത്ത ഒരു ഖൗലാണത്, മറ്റു മതസ്ഥരോട് എതിരാവുക എന്നുള്ളത്. അതല്ലാത്ത 2-3 ഖൗലുകളുമുണ്ട്. ഏറ്റവും മദ്ഹർ, ഏറ്റവും സ്വഹീഹായ അഭിപ്രായം ഇമാം നവവി റഹ്മഹുല്ലാഹ് എടുത്തുദ്ധരിച്ച കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്, മറ്റു ആളുകളോട് എതിരാവുക എന്ന നിലക്കാണ്. അപ്പൊ ഈ ഫദ്ലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് ധാരാളം ചെറുപാപങ്ങളും ഒക്കെ സംഭവിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ പുറത്തു തരാൻ കാരണമാകും. അതുകൊണ്ട് അതിന്റെ ഫദ്ല് മനസ്സിലാക്കി അത് നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. മുഹറം മാസത്തിന്റെ ഫദ്ലുകളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദ്ലുകൾ പഠിപ്പിച്ചു തന്നപ്പോ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ, അനാചാരങ്ങൾ ഈ മുഹറം 10 പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, യസീദ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ടത് മുഹറം 10 ആയിരുന്നു.
അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കാരണത്താൽ ലോകത്തുണ്ടായിരുന്ന ശിഈ കക്ഷികൾ അവർ ദീനിലൊരു പുത്തനാചാരം കൊണ്ടുവരികയാണ്. വിലപിക്കുകയും അട്ടഹസിക്കുകയും മാറത്തടിക്കുകയും തുടങ്ങിയ ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ അവർ ലോകത്ത് കൊണ്ടുവന്നു. മറ്റു ചില കക്ഷികൾ അത് കണ്ട് അതിനെതിരായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ സന്തോഷം പൂണ്ടവരുമുണ്ട്. ഇത് രണ്ടും അഹ്ലുസുന്നക്കെതിരായ കക്ഷികളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. അത് മുഹറം 10 അള്ളാഹുവിന്റെ വിധി അനുസരിച്ചായി എന്നല്ലാതെ ഈ ഫضലുകളോ അല്ലെങ്കിൽ പ്രത്യേകതയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവും മുഹറം 10 തമ്മിലില്ല. മാത്രമല്ല അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദ് ബിൻ മുആവിയ, അദ്ദേഹത്തിന് ആ കൊലയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്നൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം 2 ബിദ്അത്തുകളാണ് സമൂഹത്തിൽ ഉണ്ടായതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്ന എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒന്ന് ബിദ്അത്തുൽ ഹുസ്നി വന്നൗഹ്, വിലാപത്തിന്റെയും ദുഃഖത്തിന്റെയും ബിദ്അത്ത്. യൗമ ആശുറ, മുഹറം 10. അതെന്താ സംഭവം? മിനല്ലത്തുമി, മുഖത്തടിക്കുക, ഇന്ന് ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനല്ലത്തുമി, മുഖത്തടിക്കുക, വസ്സുറാഹ്, അട്ടഹസിക്കുക, വൽബുക്ക, കരയുക, വ ഇൻഷാദിൽ മറാസി, വിലാപകാവ്യങ്ങൾ പാടുക, അതുപോലെ തന്നെ വമാ യുഫ്ദി ഇലൈഹി, മോശമായ ചില കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും കൂടിയാണ് ദാലിക, ഈ കാര്യങ്ങളൊക്കെ. അതെന്താ? മിൻ സബ്ബി സലഫ്, സലഫുകളെ ചീത്ത പറയുക, വലഅനതിഹിം, അവരെ ശപിക്കുക, വ ഇദ്ഖാലി മൻ ലാ ദംബ ലഹു മഅ ദവി ദുനൂബ്, പാപങ്ങളില്ലാത്ത കുറ്റമില്ലാത്തവനെ കുറ്റമുള്ള ആളുകളുടെ കൂടെ ചേർക്കുക, ഹത്താ യുസബ്ബത് സാബിഖൂനൽ അവ്വലൂൻ, സാബിഖൂനൽ അവ്വലൂനായ സഹാബാക്കളെ പോലും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. വതുഖറു അഖ്ബാരി മസ്റഇഹി അല്ലതി കസീറുൻ മിൻഹാ കദീബ്, അദ്ദേഹത്തിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് പറയുന്ന ധാരാളം വാർത്തകൾ അതിലധികവും കളവുകളാണ്. വകാന ഖസ്തു മൻ സന്ന ദാലിക, ഇങ്ങനെ മാറത്തടിച്ച് അട്ടഹസിച്ച് കരയുന്ന ആളുകൾ, ഇത് ചര്യയാക്കിയ ആളുകളുടെ ഉദ്ദേശം എന്താ? ഫത്ഹ ബാബിൽ ഫിത്ന, അവർ കുഴപ്പത്തിന്റെ വാതിൽ തുറക്കുകയാണ്. വൽ ഫുർഖ ബൈനൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പിന്റെയും കുഴപ്പങ്ങളുടെയും വാതിലുകളാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ന് ഷിയാക്കൾ ലോകത്തിൽ മുഹറം 10 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അട്ടഹസിക്കുകയും നെഞ്ചത്തടിക്കുകയും തുടങ്ങിയ ഇസ്ലാമിന് നിരക്കാത്ത ബിദ്അത്ത് ചെയ്യുന്ന കക്ഷികൾ. മറ്റൊരു കക്ഷികൾ വസാനി ബിദ്അത്തുൽ ഫർഹി വസ്സുറൂർ, അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അഹ്ലുബൈത്തിനോടും വെറുപ്പ് വെച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് നാസിബകൾ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടേണ്ട ആളാണ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ്, അതുകൊണ്ട് കൊല്ലപ്പെടേണ്ട ആളാണെന്നാണ് നാസിബ കക്ഷികളുടെ അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസം വളരെ സന്തോഷിക്കുന്നവരാണ്. ബിദ്അത്തുൽ ഫർഹി വസ്സുറൂർ വതൗസീഉൽ ഹൽവ, അവര് മധുരങ്ങളൊക്കെ അന്നേ ദിവസം വിതരണം ചെയ്യും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസത്തിൽ തന്റെ കുടുംബങ്ങളിൽ പ്രത്യേകം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു വിശാലത കൊടുക്കുന്ന ഒരവസ്ഥ, അങ്ങനെ സന്തോഷിക്കുന്ന ഒരു കക്ഷികളും ലോകത്തുണ്ടായിട്ടുണ്ട്. അവരാണ് നാസിബകൾ. ഈ നാസിബകളും ഇനി അട്ടഹസിച്ച് കരയുന്ന ശിഈ കക്ഷികളും, ഇത് രണ്ടും തന്നെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. അവർ മുഹറം 10 ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിദ്അത്താണ്. അഹ്ലുസുന്നയുടെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം എന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്താണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ മുസീബത്ത് ഉണ്ടാകുമ്പോൾ അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു നിലപാടിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉള്ളത്. ഈ 2 കക്ഷികളും അവർ ബിദ്അത്തിന്റെ ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഹറം 10 ബന്ധപ്പെട്ട് പല കള്ള ഹദീസുകളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് സുർമയിടാൽ. മുഹറം 10 സുർമയിടുക, കുളിക്കുക, അതുപോലെ തന്നെ കുടുംബത്തിന് വല്ല വിശാലതയും ചെയ്യുക, അതുകൊണ്ട് പ്രത്യേകം ഗുണമുണ്ടാകും എന്നുള്ള വ്യാജ വാർത്തകളും ഹദീസുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയോട് മുഹറം 10 അങ്ങനെ പ്രത്യേകം കുളിക്കുക, സുർമയിടുക, പ്രത്യേകം ഭക്ഷണം നൽകുക, അത് വല്ല പ്രത്യേകതമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കാണാം. വലാ റവാ അഹ്ലുൽ കുതുബിൽ മുഅ്തമദ,
അവലംബിക്കപ്പെട്ട ഒരൊറ്റ അഹ്ലുൽ ഇൽമിന്റെ ഗ്രന്ഥങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫിദാലിക ഈ വിഷയത്തിൽ ഷൈഅൻ ഒന്നും തന്നെ ലാനി നബി നബിയിൽ നിന്നുമില്ല, വല സഹാബ സഹാബാക്കളിൽ നിന്നുമില്ല, വല താബിഈൻ താബിഈകളിൽ നിന്നുമില്ല, ലാ സ്വഹീഹൻ വലാ ദഈഫൻ സ്വഹീഹായും വന്നിട്ടില്ല, ദുർബലമായും വന്നിട്ടില്ല. വലാകിൻ റവാ ബഅദുൽ മുതഅഖിരീൻ ചില പിൽക്കാലക്കാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിദാലിക ഈ വിഷയത്തിൽ ഹദീസ് ചില ഹദീസുകൾ മിസ്ല ഏതുപോലെ മാ റവൗ അന്ന മൻ ഇഖ്തഹല യൗമ ആശുറ ആരെങ്കിലും മുഹറം 10 സുറുമയിട്ടാൽ ലം യർമദ് മിൻ ദാലികൽ ആം പിന്നെ ആ വർഷത്തിൽ അവന് കണ്ണുമായി ബന്ധപ്പെട്ട നേത്രരോഗമോ മറ്റു രോഗമോ ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വമൻ ഇഖ്തസല യൗമ ആശുറ മുഹറം 10 ആരെങ്കിലും കുളിച്ചാൽ ലം യംറദ് ദാലികൽ ആം ആ വർഷത്തിൽ അവൻ ഒരു രോഗവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുപോലെ തന്നെ അന്നഹു മൻ വസ്അല അഹ്ലിഹി ആരെങ്കിലും തന്റെ കുടുംബത്തിൽ കുറച്ച് വിശാലത നൽകിയാൽ യൗമ ആശുറ ആശുറ ദിവസത്തിൽ വസ്അല്ലാഹു അലൈഹി സായിറസ്സന മറ്റു വർഷങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശാലത നൽകും. ഇങ്ങനെ പറഞ്ഞ വരിവായതു ഹാദാ കുല്ലു ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നബിയിൽ നിന്ന് ഇങ്ങനെ വന്ന എല്ലാ റിപ്പോർട്ടുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം കദിബുൻ അതെല്ലാം വ്യാജമാണ്, മക്ദൂബ് ദുർബലവുമല്ല, കെട്ടിച്ചമച്ച മക്ദൂബായ ഹദീസുകൾ എന്ന് പറയാൻ പറ്റാത്ത വാറോലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ പല ആളുകൾക്കിടയിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളും ഫദ്ലുകളും മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും അതനുസരിച്ച് ഹക്കിന്റെ ആളുകളായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه